ബാങ്ക് ജീവനക്കാർ രാജ്യവ്യാപകമായി സമരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 9 പണിമുടക്കുവാനാണ് തീരുമാനമായിരിക്കുന്നത്. യുണൈറ്റഡ് ഫോർ ബാങ്ക് യൂണിയനാണ് നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 9 ബാങ്ക് ജീവനക്കാരുടെയും ഓഫീസർമാരും അടങ്ങിയ യൂണിയനുകളാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ജീവനക്കാർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുക, പ്രവൃത്തി ദിവസം 5 ദിവസമാക്കി തീർക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സെപ്റ്റംബർ 11 സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 12 രണ്ടാം ശനിയാഴ്ചയും സെപ്റ്റംബർ 13 ഞായറാഴ്ചയും ആയതിനാൽ അന്നും ബാങ്കുകൾ അടഞ്ഞുകിടക്കുകയായിരിക്കും. ഗണേശ ചതുർത്ഥി പ്രമാണിച്ച് ചില സംസ്ഥാനങ്ങളിൽ 14 അവധിയാണ്. ഇങ്ങനെ വന്ന 4 ദിവസമാണ് ബാങ്കുകൾ അടഞ്ഞുകിടക്കുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ 28 തുടർച്ചയായ 3 ദിവസം സമരത്തിനും സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 2024 മാർച്ച് 8 ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനുമായി 5 ദിവസം പ്രവൃത്തി ദിവസമാക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചിരുന്നു. പ്രവൃത്തി ദിവസം തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസേന 40 മിനിറ്റ് വീതം വർദ്ധിപ്പിക്കുവാനാണ് സംഘടനകൾ തീരുമാനമെടുത്തിരുന്നത്. ഈ തീരുമാനം വർഷങ്ങളായിട്ട് സർക്കാർ നടപ്പിലാക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ബാങ്ക് ജീവനക്കാർ സമരവുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇനി കാലാവസ്ഥാ മുന്നറിയിപ്പ്. തീരദേശ പ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം ഉള്ളതിനാൽ ഇപ്പോൾ റെഡ് അലർട്ടാണ് ഉള്ളത്. കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര വിവര സഹകരണ കേന്ദ്രം റെഡ് അലർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അതുപോലെ തന്നെ രാജേഷ് കെ കോട്ടയം എന്ന ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ഫോളോ ചെയ്യുക.